ഫനിഅമ ഉഖ്ബദ്ദാർ. അതുകൊണ്ട് ആ ലോകത്ത് ഒരൽപ്പം ക്ഷമിച്ചതിന്റെ പേരിൽ എത്ര നല്ല വീട് നിങ്ങൾക്ക് കിട്ടി. നിങ്ങളുടെ കൂടെ കുടിച്ചവർ, ആ തിന്മ ചെയ്തവർ നരകത്തിലതാ കിടക്കുന്നു. കണ്ടില്ലേ, അവർ ആർത്ത് വിളിക്കുന്നു, യാ മാലികു, മാലിക് എന്ന മലക്കേ ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ, ഞങ്ങളെ രക്ഷപ്പെടുത്തുമോ. മാലിക് എന്ന മലക്കേ കസ്സാല മിന്നസ്വദീദ്, ഛലവും രക്തവും ഒലിക്കുകയാണ്. മാലിക് എന്ന മലക്കേ ഞങ്ങൾ മരിക്കുന്നില്ലല്ലോ ഈ നരകത്തിൽ. മാലിക് എന്ന മലക്കേ റബ്ബിനോട് പറയുമോ, യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസമെങ്കിലും, ഒരു ഹോളിഡേ എന്ന് പറയുന്ന പോലെ ഒരു ദിവസമെങ്കിലും, ഒരു വീക്കെൻഡ് ആയിട്ടെങ്കിലും ഒരു ദിവസം നരകശിക്ഷയില്ലാതെ കാരുണ്യവാൻ ഞങ്ങളോട് കരുണ ചെയ്യുമോ. മാലിക് എന്ന മലക്കേ, നരകത്തെ കാക്കുന്ന മലക്കേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ. ആ ആർപ്പുവിളി 1000 കൊല്ലം കേട്ടതിന് ശേഷം, 1000 വർഷം കേട്ടതിന് ശേഷം മാലിക് എന്ന മലക്കിന്റെ മറുപടി വരുന്നു, ഇഖ്സഊ ഫീ അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സമയം നിങ്ങൾക്ക് ഞാൻ തന്നിരുന്നില്ലേ. അല്ലാഹുവിന്റെ മറുപടി, താക്കീതുകാരായ ആളുകൾ, പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, നിങ്ങൾക്ക് എന്റെ ദീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? അരുതാത്തത് വേണ്ടെന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത്? നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അടിച്ചു പൊളിച്ചു ജീവിച്ചു? അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്ക് പ്രയോഗം തന്നെ ഇസ്ലാമിക ദൃഷ്ട്യാ ഇച്ചിരി ഗൗരവമുള്ള പ്രയോഗമാണ്. നശിപ്പിക്കാൻ വന്ന ലോകമല്ല ഇത്. നശിപ്പിക്കാൻ വന്നതല്ല നമ്മുടെ സമയം, നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജന്മം, നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ബുദ്ധി, നശിപ്പിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ വിശേഷ ബുദ്ധി. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആയുസ് തന്നില്ലായിരുന്നോ ദുനിയാവിൽ? അപ്പൊ അവര് മിണ്ടാതെ കിടക്കും. വീണ്ടും ആർപ്പുവിളിയാണ്. വേദന സഹിക്കാൻ പറ്റാതെ അല്ലാഹു അവർക്ക് തൊലി കരിയുമ്പോൾ പുതിയ തൊലി, സെക്കൻഡുകളെ കൊണ്ട് പുതിയ തൊലി ഇങ്ങനെ മാറ്റിക്കൊടുക്കുന്നു. കുല്ലമാ നദദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അല്ലാഹുവിന്റെ അദാബ് അനുഭവിക്കാൻ വേണ്ടി പുതിയ പുതിയ തൊലി ഇങ്ങനെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. വേദന കൊണ്ട് പുളയുകയാണ്. മാലിക് എന്ന മലക്കേ, അല്ലാഹുവിനോടൊന്ന് പറയുമോ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താൻ? ഞങ്ങൾക്ക് ബോധ്യമായി, ഫഹല്ലില മറദ്ദിൻ മിൻ സബീൽ, ഞങ്ങളെ ഭൂമിയിലേക്കൊന്ന് പറഞ്ഞേക്കുമോ? ഞങ്ങൾ നല്ല കുട്ടികളായിട്ട് വരാം, ഞങ്ങൾ നന്നാവാം. ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ പേടിപ്പിക്കുകയാണെന്ന്, ഞങ്ങൾ വിചാരിച്ചു ഇതൊക്കെ വെറുതെ മണ്ടത്തരം പറയുകയാണെന്ന്. കാണാത്തൊരു ലോകത്തെക്കുറിച്ച് അല്ലാഹുവേ നിന്റെ ഖുർആൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിശ്വസിച്ചു പോയി. എന്നാൽ ഞങ്ങൾ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞു. അല്ലാഹുവേ ഞങ്ങൾ കണ്ടു. റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, ദുന്യാവിലേക്ക് മടക്കി തരുമോ എന്ന ആ ഒരു ആർപ്പുവിളി 1000 കൊല്ലം കഴിയുന്നത് വരെ മറുപടി വരില്ല. 1000 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ മറുപടി വരുന്നു. അല്ലാഹുവിന്റെ മറുപടി, യഖ്സഊ ഫീഹാ വലാ തുകല്ലിമൂൻ. നിന്ദ്യന്മാരായി കഴിഞ്ഞേക്കണം അവിടെ, എന്നോട് മിണ്ടിപ്പോവരുത്. അതല്ലാഹു പറഞ്ഞാൽ പിന്നെ നരകവാസികൾക്ക് തേങ്ങലല്ലാതെ ആർത്ത് വിളിക്കാൻ പോലും കഴിയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു എൻഡപ്പ്, അങ്ങനെ ഒരു കൾമിനേഷൻ നമ്മുടെ ജീവിതത്തിന് വരാതിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം അങ്ങനെ ആവാതിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ വചനങ്ങളിലേക്ക് തിരിച്ചു വരാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.